ഒരാളൊന്ന് മനസ്സ് വെച്ചാൽ മറ്റുള്ളവരുടെ ലൈഫിൽ ഹാപ്പിനെസ് കൊണ്ടുവരാൻ പറ്റുമോ? അങ്ങനെ ഒരു ചോദ്യമുണ്ടെങ്കിൽ ആ ചോദ്യത്തിനുള്ള ഉത്തരമാണ് ഈ സിനിമ എമിലി. വെൽക്കം ടു സിനിമ ക്രോണിക്കിൾസ്. സാധാരണ ഒരു സിനിമയിൽ ഒരു കുഞ്ഞിന്റെ ജനനം എങ്ങനെയാവും കാണിക്കുക? ഒരു കരച്ചിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ സീൻ. പക്ഷെ ഈ സിനിമയിൽ ഒരു കുഞ്ഞിന്റെ ജനനം എങ്ങനെയാ കാണിക്കുന്നതെന്ന് അറിയാവോ? Toujours à la même seconde, un spermatozoïde pourvu d'un chromosome X appartenant à Monsieur Raff. എമിലിയുടെ അച്ഛൻ ഒരു എക്സ് മിലിറ്ററി ഡോക്ടറായിരുന്നു. അമ്മ ഒരു സ്കൂൾ മിസ്ട്രസ്സും. എല്ലാ പെൺകുട്ടികൾക്കും അച്ഛനോടൊപ്പം സമയം ചെലവഴിക്കാനും അച്ഛനെ ഒന്ന് കെട്ടിപ്പിടിക്കാനും കൊഞ്ചിക്കാനൊക്കെ ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എമിലിയുടെ അച്ഛൻ മാസത്തിൽ ഒരേ ഒരു തവണ മാത്രമേ അവൾ അടുത്തേക്ക് വരാറുള്ളൂ, അതും റെഗുലർ ചെക്കപ്പിനായിട്ട് മാത്രം. അങ്ങനെ എമിലിക്ക് 6-ാം വയസ്സുള്ളപ്പോഴാണ് അത് സംഭവിക്കുന്നത്. പതിവ് പോലെ അച്ഛൻ ചെക്കപ്പിന് വന്നു. തൻ്റെ അച്ഛൻ മാസത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ആ സാമീപ്യം അവൾ അറിഞ്ഞതും അവളുടെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അച്ഛൻ സ്റ്റെതസ്കോപ്പ് വെച്ച് നോക്കിയപ്പോഴത്തേക്കും മകൾക്ക് സാധാരണയിൽ കൂടുതൽ ഹൃദയമിടിപ്പ്. ഡോക്ടർക്ക് ഒരു കാര്യം മനസ്സിലായി, തൻ്റെ മകൾക്ക് ഹാർട്ട് ഡിസീസ് ഉണ്ട്. ഈ വെളിപ്പെടുത്തൽ കാരണം അവളുടെ കുട്ടിക്കാലത്ത് സ്കൂൾ ജീവിതം നഷ്ടപ്പെടുകയാണ്. സ്കൂളിൽ പോവാതെ നല്ലൊരു ചൈൽഡ്ഹുഡ് ഇല്ലാതെ അവൾ ആ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിച്ചു. കുഞ്ഞെമിലിക്ക് ആ വീട്ടിൽ ഒരേ ഒരു സുഹൃത്തേ ഉണ്ടായിരുന്നുള്ളൂ, ബ്ലബ്ബർ, ഒരു കുഞ്ഞു ഗോൾഡ് ഫിഷ്. ഒരേ ഒരു ബൗളിൽ തന്നെ ജീവിതം ജീവിച്ച് തീർത്ത ബ്ലബ്ബറിന് ആത്മഹത്യ ചെയ്യാൻ തോന്നി. എമിലി നിലവിളിച്ചു. അച്ഛനെല്ലാം ഓടി വന്ന് മീനിനെ പിടിച്ച് പിന്നെയും ബൗളിനകത്താക്കി. പക്ഷെ എമിലിക്ക് ആ ദുഃഖം കണ്ടു നിൽക്കാൻ പറ്റിയില്ല. അവൾ ആ ബ്ലബ്ബറിനെ തടാകത്തിലേക്ക് കൊണ്ടുവിട്ടു. അവസാനമായി എമിലി ഒന്ന് നോക്കിയിട്ട് ആ മീൻ നീന്തി പൊക്കളഞ്ഞു. തൻ്റെ ജീവിതത്തിലെ ഒരേ ഒരു സുഹൃത്തിനെയും അവൾക്ക് നഷ്ടപ്പെട്ടു. അവൾ അമ്മയും കൊണ്ട് പള്ളിയിലേക്ക് പോയി, തനിക്കൊരു കുഞ്ഞനിയന് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട്. പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങുന്ന വഴി പള്ളിയുടെ മുകളിൽ നിന്നും ഒരാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എടുത്ത് നിലത്തേക്ക് ചാടി. വന്നു വീണത് എമിലിയുടെ അമ്മയുടെ തലയ്ക്ക് മീതെ. കുട്ടിക്കാലത്ത് അവൾക്ക് അമ്മയെയും നഷ്ടപ്പെട്ടു. അച്ഛനൊപ്പം ആ വലിയ വീട്ടിൽ ഒറ്റയ്ക്ക് സുഹൃത്തുക്കളില്ലാണ്ട് സന്തോഷങ്ങളില്ലാണ്ട് അവളുടെ കുട്ടിക്കാലം അവൾ ജീവിക്കാൻ തുടങ്ങി. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. എമിലി ഇപ്പോൾ ഒരു കഫേയിലെ വെയിട്രസ് ആണ്. മെലിഞ്ഞ് വെളുത്തിട്ട് ഉണ്ട കണ്ണുകളും ഒരു കള്ളച്ചിരിയും ബോയ് കട്ട് ചെയ്ത മുടിയും. അങ്ങനെ അവൾ അവളുടെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നു. ഒരു സാധാരണ പെൺകുട്ടിയുടെ ജീവിതത്തിൽ നിന്നും ഒരു എക്സ്ട്രാ ഓർഡിനറി ലൈഫായി അവളുടെ ജീവിതം മാറിയത് അവളുടെ വീട്ടിലെ ബാത്റൂമിൽ വെച്ചായിരുന്നു. അവളുടെ കയ്യിൽ നിന്നും ഒരു ഗ്ലാസിന്റെ അടപ്പ് നിലത്തോട്ട് വീണു. അത് ഉരുണ്ട് ചുമരിന്റെ സൈഡിലെ ഒരു സ്ലാബിൽ തട്ടി ഒരു പീസ് ഇളകി മാറി. അവൾ ആ പീസ് എടുത്ത് മാറ്റിയതും അതിനകത്തൊരു ബോക്സ് അവൾ കണ്ടു. ആകാംക്ഷയോടെ അവൾ ആ ബോക്സ് എടുത്തു. അവളത് തുറന്നു നോക്കിയതും അവളുടെ മുഖത്ത് സന്തോഷം വന്നതും ഒരേ നിമിഷമായിരുന്നു. 40 വർഷങ്ങൾക്ക് മുമ്പ് ഏതോ ഒരു കുട്ടി ഒളിപ്പിച്ചു വെച്ച നിധിയായിരുന്നു അതിനകത്ത്. കുറെ കളിപ്പാട്ടങ്ങൾ, എന്തൊക്കെയോ ഫോട്ടോസ്. അന്ന് രാത്രി അവൾ ഉറങ്ങാനേ കഴിഞ്ഞില്ല. അവളുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ വരികയായിരുന്നു. ആ 40 വർഷം മുമ്പുള്ള കുട്ടിയെ ഒന്ന് കണ്ടുപിടിച്ചാലോ, അവൻ്റെ ഈ നിധി അവന് തന്നെ തിരികെ ഏൽപ്പിച്ചാലോ. പിറ്റേന്ന് തന്നെ അയാളെ അന്വേഷിച്ച് അവൾ ഇറങ്ങി. ആദ്യം ആ റൂം ഓണറിന്റെ അടുത്തേക്ക് പോയി. അവർക്കറിയില്ല. എമിലി പിന്നെയും അന്വേഷിച്ച് ഓരോ ആൾക്കാരുടെ അടുത്ത് പൊക്കോണ്ടേയിരുന്നു. അവസാനം തൻ്റെ റൂമിന്റെ തൊട്ട് താഴെയുള്ള റൂമിൽ ഗ്ലാസ്മാൻ എന്നൊരാളുണ്ടായിരുന്നു. ഒരു മുറിയിൽ തന്നെ ചിത്രം വരച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ. ഗ്ലാസ്മാൻ 40 വർഷങ്ങൾക്ക് മുമ്പേ ആ വീട്ടിൽ താമസിച്ച ആളുടെ അഡ്രസ്സ് അവർക്ക് കൊടുത്തു. ഡൊമിനിക്. ഒരു ചൊവ്വാഴ്ച ദിവസം ഡൊമിനിക്ക് സാധനങ്ങൾ വാങ്ങാനായി മാർക്കറ്റിലൂടെ പൊക്കോണ്ടിരിക്കുക. പെട്ടെന്ന് തൊട്ടടുത്തുള്ള ബൂത്തിൽ ഫോൺ റിങ് ചെയ്യുക. അയാളൊന്ന് ചുറ്റും നോക്കി, ആരും തന്നെ ഇല്ല. അയാൾ ചെന്ന് ആ ഫോൺ എടുത്തു. ഫോൺ എടുത്തതും കോൾ കട്ടായി. അയാൾ ഫോൺ തിരികെ വെച്ചതും ആ ഫോണിന്റെ തൊട്ടടുത്തായി ഒരു ബോക്സ് ഇരിക്കുന്നു. അയാൾക്ക് അയാളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അയാൾ സംശയത്തോടെ ആ ബോക്സ് എടുത്തു. അതൊന്നും തുറന്നു നോക്കി. കുട്ടിക്കാലത്ത് ഒരുപാട് ഓർമ്മകൾ നിൽക്കുന്ന ആ ബോക്സ്, അതിലെ ഫോട്ടോസ്, ആരും കാണാതെ അയാൾ ഒളിപ്പിച്ചു വെച്ച ഗോലികൾ, കളിപ്പാട്ടങ്ങൾ എല്ലാം ഭദ്രമായി താൻ ഒളിപ്പിച്ചു വെച്ച സാധനം ഇപ്പോൾ തന്നെ തേടി തിരികെ എത്തിയിരിക്കുന്നു. സന്തോഷം കൊണ്ട് അയാളുടെ കണ്ണുകൾ നിറഞ്ഞ് പുറത്തേക്ക് ഒഴുകി. ഇതെല്ലാം അല്പം മാറി മറ്റൊരു ഫോൺ ബൂത്തിൽ നിന്ന് എമിലി കാണുന്നുണ്ടായിരുന്നു. താൻ കാരണം മറ്റൊരാളുടെ ലൈഫിൽ സന്തോഷം വരുന്നത്, അയാളുടെ കണ്ണുകൾ നിറയുന്നത് അവൾ ആദ്യമായി കാണുകയായിരുന്നു. തനിക്കൊരു പരിചയമില്ലാത്ത ഒരാളുടെ ലൈഫിൽ സന്തോഷത്തിന് കാരണമായതിൻ്റെ സന്തോഷം അവളിൽ വന്നു നിറഞ്ഞു.
ഇതുവരെ തല കുഞ്ചി നടന്നിരുന്ന അവൾ തല ഉയർത്തി നടക്കാൻ തുടങ്ങി. കൈകൾ രണ്ടും വീശി കാറ്റത്ത് എന്തോ മഹത്തായ ഒരു കാര്യം ചെയ്ത നിർവൃതി അവളിലേക്ക് വന്നു ചേർന്നു. ഇനിയും ഒരുപാട് ആൾക്കാരെ സഹായിക്കാനും സന്തോഷിപ്പിക്കാനും അവൾക്ക് പറ്റുമെന്ന് അവൾക്ക് തോന്നി. അവളുടെ കണ്ണുകൾ നേരെ ചെന്ന് വീണത് ഒരു അന്ധന്റെ മേലെയായിരുന്നു. എമിലി നേരെ ചെന്ന് ഈ അന്ധന്റെ കയ്യിലേക്ക് കയറി പിടിച്ചു. അയാളെ റോഡ് ക്രോസ് ചെയ്യിപ്പിച്ചു. പോകുന്ന വഴിയിലെല്ലാം എന്തെല്ലാം കാഴ്ചകളുണ്ട്, എന്തെല്ലാം സ്ട്രീറ്റുകളിൽ എന്തെല്ലാം ആഹാരങ്ങളുണ്ട്, ഇതിന്റെ മണം അയാൾക്ക് അനുഭവപ്പെട്ടു. ഇതുവരെ കാഴ്ചയില്ലായിരുന്ന അയാൾക്ക് കാഴ്ച കിട്ടിയതുപോലെ തോന്നി. എല്ലാ കഥകളും പറഞ്ഞ് എല്ലാ കാഴ്ചകളും പറഞ്ഞ് അയാളെ മെട്രോയുടെ സ്റ്റേഷന്റെ മുമ്പിൽ എത്തിച്ച് അവൾ യാത്ര പറഞ്ഞു മടങ്ങി. ഒരു നിമിഷം തനിക്ക് ദൈവത്തിന്റെ അനുഗ്രഹം കിട്ടിയതുപോലെ അയാൾ സ്തംഭിച്ചു നിന്നുപോയി. ഈ സീൻ നിങ്ങൾക്ക് എവിടെയെങ്കിലും കേട്ടതായോ കണ്ടതായോ ഓർമ്മയുണ്ടോ? ഗജിനി സിനിമയിൽ നമ്മൾ കണ്ട അതേ സീൻ. അതിനുശേഷം എമിലി മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഇടപെടാൻ തുടങ്ങി. കഫേയിൽ എമിലിയോടൊപ്പം 2 പേര് കൂടി ഉണ്ടായിരുന്നു ജോലി ചെയ്യാൻ. ഒന്ന് ജീനയും ഒന്ന് ജോർജീറ്റയും. ഈ 2 പേരും കൂടാതെ മറ്റൊരാളുണ്ടായിരുന്നു, ജോസഫ്, ജീനയുടെ റിജക്റ്റ് ചെയ്ത കാമുകൻ. ഇയാൾ എല്ലാ ദിവസവും കഫേയിൽ വരും. ജീന എന്താണ് ചെയ്യുന്നത്, ആരോടൊക്കെയാണ് സംസാരിക്കുന്നത്, ഇതെല്ലാം അറിയാനായിട്ട്. എമിലി ആദ്യം ചെയ്യുന്ന കാര്യം നേരെ ജോസഫിനോട് പറയും, എടാ നീ മണ്ടനാണോ? ഇവിടെ ഒരാൾ നിന്റെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി എന്തൊക്കെയാ ചെയ്യുന്നേ, ഇതൊന്നും കാണുന്നില്ലേ? അതേ ദിവസം രാത്രി എമിലി നേരെ പോയി ജോർജിന്റെ അടുത്ത് പറയും, എടി നിനക്ക് ബുദ്ധിയില്ലേ, അവൻ നിന്നെ കാണാനല്ലേ വന്നേക്കുന്നേ. ഇല്ലാത്തൊരു കാര്യം എമിലി 2 പേരോടായി പറഞ്ഞു. പിറ്റേന്ന് തൊട്ട് ജോർജിറ്റയ്ക്കും ജോസഫിനും ഇടയിൽ എന്തോ ഒരു വൈബ് ഉണ്ടാവാൻ തുടങ്ങി. പതിയെ പതിയെ അവരുടെ കണ്ണുകൾ തമ്മിൽ കാണാൻ തുടങ്ങി. ഇതുവരെ കാണാത്ത രീതിയിൽ അവർ സംസാരിക്കാൻ തുടങ്ങി. പയ്യെ പയ്യെ അവരുടെ ലൈഫിലേക്ക് പ്രണയം കടന്നു വന്നു. എമിലി അവരുടെ ലൈഫ് മാറ്റാൻ തുടങ്ങി. എമിലിയെ പോലെ തന്നെയായിരുന്നു അവളുടെ അച്ഛൻ്റെയും ജീവിതം. ആ വീട്ടിൽ തന്നെ മകൾക്ക് ഹാർട്ട് ഡിസീസ് ഉള്ളതുകൊണ്ട് അയാൾക്കും അയാളുടെ നല്ല പ്രായത്തിൽ ഒരു സ്ഥലത്തോട്ട് പോകാനോ ഒരു കാഴ്ചകൾ കാണാനോ പറ്റിയിട്ടില്ല. ഇപ്പൊ എമിലി വലുതായി. അച്ഛാ പുറത്തോട്ടൊക്കെ പോയിട്ട് വാ, പലതവണ നിർബന്ധിച്ചിട്ടും അയാൾ അതനുസരിച്ചില്ല. എമിലി ചെയ്ത കാര്യം, ആ വീട്ടിലൊരു മിനിയേച്ചർ ഉണ്ട്, അച്ഛൻ തന്നെ ഉണ്ടാക്കിയ ഒരു മിനിയേച്ചർ. അതൊരു എയർ ഹോസ്റ്റസിൻ്റെ അടുത്ത് കയ്യിലേൽപ്പിച്ചു. പിന്നെ നമ്മൾ കാണുന്നത് ഈ പ്രതിമ ഏതൊക്കെ രാജ്യങ്ങളിൽ പോകുന്നു അതിൻ്റെ എല്ലാം ഫോട്ടോ പോസ്റ്റായിട്ട് അച്ഛൻ്റെ കയ്യിലേക്ക് എത്തുന്നതാണ്. ഒരു ദിവസം അമേരിക്ക, ലണ്ടൻ, ആഫ്രിക്ക, അങ്ങനെ പല പല സ്ഥലങ്ങളിലെ ഫോട്ടോ, മിനിയേച്ചറിൻ്റെ ഫോട്ടോ അച്ഛനെ തേടി എത്താൻ തുടങ്ങി. അവസാനം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ മിനിയേച്ചർ തന്നെ തിരിച്ച് യഥാസ്ഥാനത്ത് വന്നിരുന്നു. പിന്നെ നമ്മൾ അടുത്ത് കാണുന്നത് മിനിയേച്ചറിൻ്റെ സ്ഥാനത്ത് അച്ഛൻ പെട്ടിയും സാധനങ്ങളെല്ലാം എടുത്ത് യാത്ര പോകാനായി പുറപ്പെടുന്നതാണ്. എമിലി തൻ്റെ അച്ഛൻ്റെ ജീവിതവും മാറ്റി. തനിക്ക് ചുറ്റുമുള്ള എല്ലാവരുടെ ലൈഫും അവൾ ഒന്നൊന്നായി മാറ്റിക്കൊണ്ടേയിരുന്നു. പക്ഷെ അവളുടെ ലൈഫിലേക്ക് മാത്രം സന്തോഷം കൊണ്ടുവരാൻ ആരും കടന്നെത്തിയില്ല. അങ്ങനെ ഇരിക്കെ മെട്രോ സ്റ്റേഷനിൽ വെച്ച് അവൾ ഒരാളെ കണ്ടുമുട്ടുകയാണ്. അയാളെ കണ്ടതും തൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മ അവൾക്ക് ഓർമ്മ വന്നു. പക്ഷെ അവനോട് ഒന്ന് സംസാരിക്കാനോ ഒന്ന് പരിചയപ്പെടാനോ ചെല്ലാനുള്ള ധൈര്യം അവൾക്കില്ല. അവൻ ആരെയോ കണ്ട് ഓടുകയാണ്. അവന് പുറകെ അവളും ഓടി. ആ ഓട്ടത്തിനിടയിൽ അവൻ അവൻ്റെ ആൽബം നഷ്ടപ്പെട്ടു. അവൾ ആ ആൽബം തുറന്നു നോക്കിയതും കണ്ടത് ഒരുപാട് ആൾക്കാരുടെ ഫോട്ടോയാണ്. ആ ഫോട്ടോ ബൂത്തിലെടുത്ത ആളുകളുടെ ഫോട്ടോ. അനാഥനായ അവൻ ആളുകളുടെ ഫോട്ടോ തൻ്റെ ബന്ധുക്കൾ എന്ന പോലെ സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ്. അവൾ ഓരോ ഫോട്ടോസായി മറിച്ച് നോക്കി. അവൾക്ക് വല്ലാത്തൊരു സന്തോഷവും നഷ്ടപ്പെട്ടു പോയ ഒരാളെ തിരികെ കിട്ടിയതിൻ്റെ ഒരു ആശ്വാസവും അവൾക്ക് തോന്നി. അങ്ങനെ മെട്രോയിലേക്ക് ഒരു ദിവസം അവൾ ചെന്നപ്പോൾ തൻ്റെ കാണാതായ ആൽബം കിട്ടിയവർ തിരികെ തരിക എന്നൊരു സ്ലിപ്പ് അവിടെ ഒട്ടിച്ചേക്കുന്നത് അവൾ കണ്ടു. അവൻ്റെ ഫോൺ നമ്പരും ജോലി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ അഡ്രസ്സും അതിലുണ്ടായിരുന്നു. അവൾ ആ സ്ലിപ്പ് എടുത്തു. അവൻ്റെ ജോലി സ്ഥലത്തേക്ക് അവൾ ചെന്നതും അവൻ അപ്പോൾ അവിടെ ഇല്ലായിരുന്നു. ഇപ്പം എവിടെ കാണുമെന്ന് അന്വേഷിച്ചപ്പോൾ അവൾ ഇപ്പോൾ ഫണ്ട് റൈഡിൽ ഉണ്ടാകുമെന്ന് അറിഞ്ഞു. അവനെ തേടി അവൾ ഫണ്ട് റൈഡിൽ ചെന്നു. ഫണ്ട് റൈഡിൽ ചെന്ന് അവളെ കാത്തിരുന്നത് പ്രേതങ്ങളുടെ ഒരു കോട്ടയായിരുന്നു. ആ കോട്ടയ്ക്കകത്ത് ഒരു പ്രേതമായിട്ട് അവൻ നിൽക്കുക, കംപ്ലീറ്റ് എൽബോർഡുമായിട്ട്. ഒറ്റയ്ക്ക് ആ റൈഡിൽ അവൾ ഇരിക്കുമ്പോൾ അവൻ പതിയെ അടുത്തേക്ക് വന്നു. പ്രേതങ്ങൾ ഉണ്ടാക്കും പോലെ ശബ്ദങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. ആദ്യമായി അവൾക്ക് കിട്ടിയ സ്പർശനം അവൻ പേടിപ്പിക്കാനായി തൊട്ടതായിരുന്നു. എല്ലാം കഴിഞ്ഞ് അവൻ ജോലി കഴിഞ്ഞ് തിരികെ എത്തിയതും അവൻ്റെ വണ്ടിയിൽ നാളെ വരാനുള്ള സ്ഥലവും സമയവും എഴുതിയ ഫോട്ടോ അടങ്ങുന്ന ഒരു സ്ലിപ്പ് ഉണ്ടായിരുന്നു. ആരാ ഇവൾ? അവൾ ആൽബം എനിക്കെന്താ നേരിട്ട് തരാതെ ഇങ്ങനെ ഒരു ഫോട്ടോ എഴുതിയിട്ട് വെച്ചേക്കുന്നത്? അപ്പോൾ ആ ഫോട്ടോ അവനോട് സംസാരിക്കാൻ തുടങ്ങി. എന്താ, നിനക്ക് ആരാണ് അവളെന്ന് അറിയണോ? നിനക്കറിയാം അവളെ, നിനക്കും അറിയാം അവളെ. അപ്പോൾ എനിക്കെങ്ങനെ അറിയാം. പല പ്രാവശ്യമായി നീ അവളെ കണ്ടിട്ടുണ്ട്. എവിടെ? നിന്റെ സ്വപ്നത്തിൽ. പിറ്റേന്ന് എമിലി പറഞ്ഞ അതേ സ്ഥലത്ത് അതേ സമയത്ത് നീനോ എത്തി. അവളെ കാണാം, അവളോട് സംസാരിക്കാം, അവളെ പരിചയപ്പെടാം എന്ന പ്രതീക്ഷയിൽ നിൽക്കുകയാണ് നീനോ. പെട്ടെന്ന് നീനയുടെ തൊട്ടടുത്ത് നിന്ന ഫോൺ ബൂത്തിൽ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ ചെന്ന് ആ ഫോൺ എടുത്തു. ഒറ്റ വാക്കിലായിരുന്നു സംസാരം. ഫോളോ ദ ആരോ. കോൾ കട്ടായി. അവൻ ഫോൺ കട്ട് ചെയ്ത് പുറത്തിറങ്ങിയതും ഒരു ആരോ വരച്ചേക്കുന്നു. അവൻ ആ ആരോ ഫോളോ ചെയ്ത് പോയി. നടന്ന് അവൻ ആ പാർക്കിൻ്റെ ഏറ്റവും മുകളിലെത്തി. അവിടെ ആരും തന്നെ ഇല്ല.
നോക്കുമ്പോൾ അവിടെ ഒരു ബൈനാക്കുലർ കാണാം. അവൻ ആ ബൈനാക്കുലറിലൂടെ താഴേക്ക് നോക്കിയപ്പോൾ അവൻ കണ്ടത് അവൻ്റെ സ്കൂട്ടറിൽ ആരോ ഒരാൾ ആ ബാഗ് തിരികെ വെക്കുന്നു. അവൻ ഓടി, അവളെ കാണാനുള്ള ആകാംക്ഷയിൽ അവൻ ഓടി എത്തിയപ്പോഴേക്കും അവൾ പോയി കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് വീണ്ടും ആ ഫോൺ ബൂത്തിലെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൻ ആ ഫോൺ എടുത്തു. ആ ഫോണിൽ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, പേജ് നമ്പർ 51. അവൻ ആൽബം എടുത്ത് അത് മറിച്ച് പേജ് നമ്പർ 51 എടുത്തു. അതിനകത്ത് ഒരാളുടെ ഫോട്ടോ ഉണ്ടായിരുന്നു, കയറി പറഞ്ഞ ഒരാളുടെ ഫോട്ടോ. ആ ഫോട്ടോ ഒട്ടിച്ച് നോക്കിയപ്പോൾ എവിടെ വരണമെന്നും എപ്പോൾ വരണമെന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടായിരുന്നു. ആ കഫേയിൽ ആ പറഞ്ഞ സമയത്ത് അവൻ വന്നു. എമിലി അവനെ കാത്ത് ആ കഫേയിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ വന്ന് ഒരു സീറ്റിലേക്ക് വന്നിരുന്നു. ഒരു കോഫി ഓർഡർ ചെയ്തു. അവന് വേണ്ട കോഫി അവൾ തന്നെ റെഡിയാക്കി. അവൻ്റെ തൊട്ടു പുറകിൽ കണ്ണാടി ഗ്ലാസ്സിനിപ്പുറം അവൾ നിൽപ്പുണ്ടായിരുന്നു. താൻ പ്രേമിക്കുന്നയാൾ തൊട്ടു മുന്നിൽ ഇരിക്കുകയാണ്. പക്ഷെ അവനോട് സംസാരിക്കാനുള്ള മനസ്സ് അവൾക്കില്ല, ധൈര്യമില്ല അവൾക്ക്. കാരണം അവളുടെ കുട്ടിക്കാലവും അവൾ വളർന്നു വന്നതെല്ലാം ഒറ്റയ്ക്കാണ്. മറ്റുള്ളവരുടെ ലൈഫിലെല്ലാം മാജിക് തീർത്ത അവൾക്ക് തൻ്റെ ലൈഫിൽ ആ മാജിക് കണ്ടെത്താൻ പറ്റിയില്ല. അവൻ അങ്ങനെ മുമ്പ് ഇരിക്കുകയാണ്. സംസാരിക്കാൻ പറ്റാതെ അവൾ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആ സ്ത്രീയോട് ഒരു തുണ്ട് എഴുതി അയാളുടെ പോക്കറ്റ് ഇട്ട് കൊടുക്കുമെന്ന് പറഞ്ഞു ആ തുണ്ട് അവളെ ഏൽപ്പിച്ചു. അവൾ ആ പോക്കറ്റിലേക്ക് തുണ്ട് ഇട്ട് കൊടുക്കുകയും ചെയ്തു. അയാൾ കാത്തിരുന്ന് മടുത്ത് എണീറ്റ് പോയി. അവൻ്റെ ജാക്കറ്റിൽ എന്തോ ഒരു തുണ്ടിരിക്കുന്ന കാണുന്നു. ആ തുണ്ട് അവൻ തുറന്നു നോക്കിയപ്പോഴത്തേക്കും അതിനകത്തൊരു അഡ്രസ്സ് ഉണ്ടായിരുന്നു. പിറ്റേന്ന് എമിലി ജോലിക്ക് വന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് നീനോ അവളെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അവളെ കൂടെ ജോലി ചെയ്ത നീനോ ഇവർ തമ്മിൽ സംസാരിക്കുന്നതും കണ്ടു. ആ കഫേലുണ്ടായിരുന്ന എല്ലാവരും പറഞ്ഞു അവർ തമ്മിൽ ഇഷ്ടത്തിലായെന്ന്. എമിലിക്ക് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. താൻ പ്രണയിക്കുന്ന ഒരാൾ തൻ്റെ കൂടെ ജോലി ചെയ്യുന്ന മറ്റൊരാളുമായി പ്രണയത്തിലായി എന്നുള്ളത് അവൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമായിരുന്നു. അവൾ തിരികെ വീട്ടിലേക്ക് പോയി. വീട്ടിലേക്ക് ചെന്ന് അടുക്കളയിൽ അവൾ സ്ഥിരമായി ചെയ്യുന്ന ജോലികൾ ചെയ്യാൻ തുടങ്ങി. പക്ഷെ അപ്പോഴും അവളുടെ മനസ്സിൽ ഒരു ഇമാജിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വരുന്നു, തന്നെ കാണാനായി അഡ്രസ്സ് ചോദിച്ച് വഴി ചോദിച്ച് തൻ്റെ വീട്ടിലേക്ക് വരുന്നു. താൻ അറിയാതെ തൻ്റെ ഡോർ തുറന്ന് തന്നെ പറ്റിക്കാനായി, തന്നെ പേടിപ്പിക്കാനായി അടുക്കളയിലേക്ക് വന്ന് പുറകിൽ കൂടെ വന്ന് തന്നെ ഞെട്ടിക്കും എന്നവളിങ്ങനെ മനസ്സിൽ ആഗ്രഹങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടേയിരുന്നു. പക്ഷെ അതൊന്നും നടന്നില്ല. അവൾ ആദ്യമായി ഈ സിനിമയിൽ കരയാൻ തുടങ്ങി. പെട്ടെന്ന് കോളിംഗ് ബെല്ലിലൊരു ശബ്ദം, കാല് വെക്കുന്ന ശബ്ദം കേൾപ്പിക്കാതെ പതിയെ ചെന്ന് ഡോറിനടുത്തേക്ക് പോയതും അവിടെ നിന്നും നിന്നയുടെ ശബ്ദം കേട്ടു. എമിലി, അവൻ വിളിക്കുകയാണ്. അപ്പോഴും ആ കഥകൊന്നും തുറക്കാനും അവനോട് 2 വാക്ക് സംസാരിക്കാനും അവൾക്ക് പറ്റുന്നില്ല. ആ കഥ തുറക്കാൻ അവൾക്ക് പറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ശബ്ദം അവിടെ നിന്ന് പോയി. അവൾ ഓടിച്ചെന്ന് ജനാലിലൂടെ നോക്കിയപ്പോൾ താഴെ അവൻ കാത്തു നിൽക്കുന്നു. അവൻ മുകളിലേക്ക് നോക്കുന്നുണ്ട്. പക്ഷേ അവൾ ആ കർട്ടൻ ക്ലോസ് ചെയ്ത് കളഞ്ഞു. പെട്ടെന്ന് അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. അവൾ ആ ഫോൺ എടുത്തതും അവളുടെ തൊട്ട് താഴെയുള്ള ആ വയസ്സനായ ഗ്ലാസ്മാൻ അവളോട് പറഞ്ഞു പോയി TV ഓൺ ചെയ്യും. അവൾ ചെന്ന് TV ഓൺ ചെയ്തതും അതിൽ ഗ്ലാസ്മാൻ ഒരു കാര്യം പറഞ്ഞു, സ്നേഹം നമ്മളെ തേടി വരുമ്പോൾ നീ അതിൻ്റെ മേൽ മുഖം തിരിക്കരുത്. അവനോട് പോയി നിന്റെ ഇഷ്ടം പറയും. അവൾ പെട്ടെന്നൊരു ആവേശം വന്ന് ഓടി വന്ന് കർട്ടൻ മാറ്റി നോക്കിയതും താഴെ അവനെ കാണുന്നില്ല. അവൻ പോയോ എന്ന് ഭയന്ന് നേരെ വന്ന് ഡോർ തുറന്നതും മുന്നിൽ അവൻ നിൽക്കുന്നു. 2 പേരും ആദ്യമായി പരസ്പരം സ്നേഹത്തോടെ തിരിച്ചറിയുകയാണ്. 2 പേർക്കും പറയാൻ വാക്കുകളില്ല, എന്ത് സംസാരിക്കണമെന്ന് അറിയില്ല. വാക്കുകളില്ലാത്തടത്ത് ചുംബനങ്ങൾ ഉത്തരങ്ങളായി. അവർ പരസ്പരം ചുംബിച്ചു. ഒരു വാക്ക് പറയേണ്ട ആവശ്യമുണ്ടായില്ല. അവർ പ്രണയത്തിലായി കഴിഞ്ഞു. അങ്ങനെ എല്ലാവരുടെ ലൈഫിലും സന്തോഷം കൊണ്ടുവന്ന അവളുടെ ലൈഫിൽ അവൾ പോലും അറിയാതെ വിധി അവനെ അവളുടെ അടുത്തേക്ക് പറഞ്ഞു വിട്ടു. 2001 ഇറങ്ങിയ ഫ്രഞ്ച് മൂവിയാണ് എമിലി. ജീൻ പേരി ജൂനറ്റാണ് ഇതിൻ്റെ സംവിധായകൻ. സിനിമാറ്റോഗ്രാഫർക്ക് ഒരു ബൈബിൾ എന്ന് പറയാവുന്ന സിനിമയാണ് എമിലി. ഈ സിനിമ റിലീസായതിനു ശേഷം ലോകം മുഴുവൻ ഈ സിനിമയുടെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ ഇന്ത്യൻ സിനിമയിൽ ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടുകയും ഇന്നും സിനിമാ പ്രേമികൾ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവിയാണ് എമിലി. ഈ സിനിമ നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഇത്തരം സിനിമാ കഥകൾ കേൾക്കാനായി പ്ലീസ് ഡു വാച്ച് ആൻഡ് സബ്സ്ക്രൈബ് മോളിവുഡ് ന്യൂസ്. ആൻഡ് അഖിൽ മുരളീധരൻ സൈനിങ് ഓഫ്.